ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്, ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അല്ല, പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്നതിന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും. പ്രധാനമന്ത്രി കാണണം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റും. ഇവിടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവർ പോയി കാണുന്നില്ല. അതിലൊന്നും അവര് ചർച്ച ചെയ്യണമല്ലോ, കാരണം അവർക്ക് സംരക്ഷണം വേണമല്ലോ. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്തിനാണ് അവര് വിനിയോഗിക്കാതിരിക്കുന്നത്? ഞങ്ങൾക്ക് അവർ പോകുന്നതിന്, പ്രധാനമന്ത്രി വിളിച്ചാൽ അവർ പോകുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമല്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് 254 ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടാണ് ഒരു ദിവസം 2 ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ BJPക്കാര് ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുള്ള വിശദീകരണം അവർ കൊടുക്കട്ടെ. കേരളത്തിലെ